ഹലോ. ഇന്നത്തെ നമ്മുടെ യാത്രയ്ക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്നാമത്തെ എന്തായാലും ഉദ്ദേശമല്ല, ദുരുദ്ദേശമാണ്. എൻ്റെ സ്വന്തം ദുരുദ്ദേശം. കാരണം ഇവിടെ ഒരു സെയിൽ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. മാക്സിൻ്റെ സെയിലാണ്. അപ്പോൾ ഞാൻ കെട്ടിയവനോട് ചോദിച്ചു, മാക്സിൻ്റെ സെയിൽ നടക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയാലോ എന്ന്. ആളെന്നോട് ചോദിച്ചു, എവിടെ സെയിൽ കിടക്കണേ? ഞാൻ പറഞ്ഞു, തൊട്ടടുത്ത് ഒയാസിസ് മാളിൽ. ആൾ പറഞ്ഞു, എന്നാൽ ശരി, റെഡി ആയിക്കോ, പോയി നോക്കിയേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഇറങ്ങി സെയിൽ നടക്കുന്നിടത്തേക്ക്. ഇങ്ങനെയുള്ള സെയിലിന് വന്നാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൈസ് നല്ല ചീപ്പായിരിക്കും, പക്ഷെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ തിരക്കും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോയത്. പക്ഷെ മാളിൽ ചെന്ന് കണ്ടപ്പോൾ വലിയൊരു തിരക്കൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ സെയിൽ നടക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു. അങ്ങനെ അവിടെ ചെന്ന് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഈശ്വര, ആശ്വാസം വിടാൻ സ്ഥലമില്ലാത്തൊരു ഏരിയ ആയിരുന്നു അവിടെ. നമ്മൾ സ്ഥലം അവിടെ നിന്ന് വെയിറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി മാക്സിൻ്റെ ഷോപ്പിൽ കയറി നമ്മളൊരു ടോപ്പ് എടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ രണ്ടാമത്തെ ഉദ്ദേശത്തെ പറ്റി. അപ്പോൾ രണ്ടാമത്തെ ഉദ്ദേശത്തിന് വേണ്ടി ഞങ്ങൾ ഈ മാക്സിലൊന്ന് കയറി. പക്ഷേ ഞങ്ങൾക്ക് തൃപ്തിയായില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പുറത്തിറങ്ങി കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അതിലും ഭീകരം ട്രാഫിക്. ഈശ്വര, ഇതിൽ നിന്ന് എന്ന് ഞങ്ങൾക്ക് മോചനം കിട്ടുമെന്ന് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഞങ്ങളൊരു 5 മിനിറ്റ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കുണ്ടെന്ന്. ഷോപ്പുകളെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പുകളിലും. അപ്പോൾ ഇത് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആണ് കാണിക്കണേ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് തന്നെ നമ്മൾ പിന്നെയും പോണേ. അങ്ങനെ നമ്മൾ ട്രാഫിക്കിലൊക്കെ കിടന്ന് ചവിട്ടി ഞങ്ങളങ്ങനെ അവസാനം നമ്മളുടെ ഏരിയ എത്താറായി. അപ്പോൾ നല്ല ലേറ്റും എല്ലാം കണ്ട് ഈ രാത്രിയിലെ യാത്ര എന്ന് പറയുന്നത് സൂപ്പറാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇല്ലേ ഞങ്ങളെങ്ങനെ പോകണമെന്ന് മനസ്സിലായില്ലേ? ഷറഫ് ഡി ജി. നമ്മൾ പോണത് ഷറഫ് ഡി ജിയിലേക്കാണ്. അപ്പോൾ നമുക്കൊരു ഫോൺ എടുക്കണമായിരുന്നു, അതിനാണ് പോണത്. കാരണം എൻ്റെ കെട്ടിയവൻ്റെ ഫോൺ ഞാനൊന്ന് പൊട്ടിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ഞാനാണല്ലോ. അപ്പോൾ ഞാൻ തന്നെ അത് മേടിച്ച് കൊടുക്കണമല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഫോൺ വാങ്ങിച്ചു. കെട്ടിയവന് ഓപ്പോൻ്റെ ഒരു ഫോണാണ് വാങ്ങിയത്. അപ്പോൾ കെട്ടിയവനും ഹാപ്പി, ഞാനും ഹാപ്പി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ കഴിഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ.